ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാശ് എറിഞ്ഞതിന് വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത്രയും വലിയ തുക പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിക്കില്ലടാ. ഞാനേ ഒറ്റാൻ എളുപ്പമാ, പക്ഷെ ഒറ്റാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടല്ലേ. അല്ല, മോളെന്താ ആലോചിക്കുന്നേ? അല്ല, അച്ഛമ്മ ശരിയല്ലയോ? ഞാനൊന്ന് സംസാരിക്കട്ടെ അച്ഛാ. അവരെ അങ്ങനൊന്നും പോകാൻ സമ്മതിക്കില്ല. അതോർത്ത് അച്ഛൻ സങ്കടപ്പെടണ്ട. ഓ, എല്ലാം സംസാരിച്ച് തീർപ്പായാ മതിയായിരുന്നു എന്റെ ഭഗവാനെ. രോഹിത, ഇറങ്ങിപ്പോക്കൊക്കെ പെട്ടെന്ന് നടക്കും. എന്റെ വീട്ടിൽ പോയാലും അധിക ദിവസം അവിടെ താമസിക്കാനൊന്നും പറ്റില്ല. ഇവിടത്തെക്കാളും പ്രശ്നങ്ങളായിരിക്കും അവിടെ. വരട്ടെ, നമുക്ക് നോക്കാം. ഇതെന്താ തുണികളൊക്കെ മടക്കുന്നത്? നിങ്ങൾ വല്ല ടൂറും പോകുന്നുണ്ടോ? ഞങ്ങൾ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടൊന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. രോഹിത്തെ, ഇവൾ ഇങ്ങനെയൊക്കെ പറയും. ഇവളുടെ വാക്കും കേട്ട് രോഹിത്തും ഇവളുടെ കൂടെ തുള്ളാൻ പോവാണോ? ഒരു ജോലി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന? അല്ല, ഇവിടെ നിൽക്കാൻ ഇതിപ്പോ എന്താ കുഴപ്പം? കുഴപ്പം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെ എനിക്കറിയണ്ടേ? ക്ഷമേ, നീയും സത്യാമ്മയും തമ്മിൽ എന്താ വഴക്ക്? നീ എന്തിനാ സത്യാമ്മയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ പോകുന്നത്? ഓ, അത് ശരി. അപ്പൊ കഥ ഇപ്പൊ അങ്ങനെയായി അല്ലേ? ഞാനും കുഞ്ഞേച്ചിയും സത്യമ്മയുടെ മരുമക്കള് തന്നെയല്ലേ? കുഞ്ഞേച്ചിക്ക് ജോലി ഉണ്ടായിരിക്കാം, അതിനനുസരിച്ചിട്ടുള്ള ബഹുമാനവും ആദരവും ആൾക്കാർ തരുന്നുണ്ടാവാം. പക്ഷേ അതുപോലല്ലോ ഞാൻ. എനിക്ക് ജോലിയില്ല, ഒരാളും ബഹുമാനവും തരുന്നില്ല. അതൊന്നും എനിക്ക് വേണമെന്നില്ല. ഞാൻ അർഹിക്കാത്തതാ, ഞാനത് സമ്മതിച്ചു. പക്ഷേ ആക്ഷേപിക്കാതിരുന്നൂടെ? എന്നെയും എന്റെ മോളെയും ദ്രോഹിക്കാതിരുന്നൂടെ? ഞങ്ങളെ ഈ വീട്ടിൽ സത്യാമ്മ കാണുന്നത് രണ്ടാം തരം കണ്ണോണ്ടാ. എന്റെ കാര്യം പോട്ടേന്ന് വെക്കാം, പക്ഷെ എന്റെ മോളെ വേർതിരിച്ച് കാണുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് പോണം കുഞ്ഞേച്ചി. സത്യാമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞങ്ങൾ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. പിന്നെ പോകുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ മോളെയും കൊണ്ടുപോകും. അതിനിപ്പോ ആരെതിര് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ മോളെ കൂടെ കൊണ്ടുപോകും. നിങ്ങളിങ്ങനെ നിർബന്ധം പിടിച്ച മറ്റുള്ളവരെ സങ്കടത്തിലാവേയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് കൂടി വേണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാനും അന്തി ഉറങ്ങാനും പറ്റുന്ന രണ്ട് വീടുകളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ വീട്, പിന്നെ ഈ വീട്, സത്യാമ്മയുടെ വീട്. പക്ഷെ രണ്ടിലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാ. അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കൂടി ആവുമ്പോ ഇല്ല, ശരിയാവും. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് സങ്കടം പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് സങ്കടം പറഞ്ഞാലും പരിഹാരം കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഉടനടി ഒരു തീരുമാനം എടുക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. നിങ്ങൾ കുറഞ്ഞതൊരു 3 ദിവസത്തെ സാവകാശം എനിക്ക് താ. അതിനിടയിലും എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണാം. അതുവരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കേ.
വീടിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? ഈ സ്ഥലം വാങ്ങി തന്നത് ആരാ? എന്റെ അച്ഛനല്ലേ? വീട് പണിയാൻ കല്ലിറക്കി തന്നത് ആരാ? അതും എന്റെ അച്ഛനല്ലേ? ദേ, ഈ പെണ്ണിന് കല്യാണം ഉറപ്പിച്ചിരിക്കുക. നല്ലൊരു പാവാട നിങ്ങൾ ഈ കൊച്ചിന് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ഗുണ്ടയാണെന്നും പറഞ്ഞു നടക്കുക. ഗുണ്ടയല്ല, ഉണ്ടയാ, ഉണ്ട. ആൾക്കാർക്ക് വിലയില്ലാത്തൊരു ഗുണ്ട. ഞാനപ്പോ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നീ പറയുന്നേ? ഓ, ചെയ്തിട്ടുണ്ട്. ദേ, ഈ കൊച്ചു വല്ലവന്റെ വീട്ടിൽ പോയി എച്ചിൽ പാത്രം കഴുകിക്കൊണ്ട് വരുന്ന കാശ് കൊണ്ട് അരി വാങ്ങിക്കുന്നതുകൊണ്ടേ 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ട്. പിന്നെ ചെയ്യുന്നതൊക്കെ ദേ കൊച്ചു നിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്റെ അമ്മേ, ദിവസവും നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ദേ, കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോന്ത പിടിച്ച് വിത്തിയാൽ ഒരയ്ക്കും ഞാൻ. ഈ ഇരിക്കുന്ന നിന്റെ തന്തയുണ്ടല്ലോ, നിന്റെ കല്യാണത്തിനുള്ള കാശും കൊണ്ട് വരാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടേ കൊറേ നാളായി. നാളെ ഒരു ഒറ്റ ദിവസം കൂടെ ഞാൻ നോക്കും. നാളെയും കാശ് കിട്ടിയില്ലെങ്കിലേ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചോറിലോട്ട് അങ്ങ് ഒഴിച്ചു തരും. നട്ടല്ലില്ലാത്ത ഒരുത്തന്റെ മോക്കേ കല്യാണം കഴിക്കാനും ജീവിക്കാനും ഈ ഭൂമിയിൽ അവകാശമില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഇനി അതേ ഉള്ളു മാർഗം. നീ കുറെ നേരമായാലും ആരാ? വേലായുധ ചേട്ടനല്ലേ? എന്താടാ കാര്യം? നീ ഏതാ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഏതാന്ന്? ചേട്ടന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ. പുള്ളിയുടെ മരുമോനാ. ഏത്? കളക്ടറുടെ ഭർത്താവോ? വേടാ, നീ വലിയ ഗുണ്ടയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നീ അത് എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കരുത്. ഞാൻ നിന്റെ അമ്മായിയപ്പനോടൊരു തുക ചോദിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടണം. കാശ് തരുന്നതിന് വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത്രയും വലിയ തുക പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാശില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിക്കില്ലടാ. ഞാനേ ഒറ്റാൻ എളുപ്പമാ, പക്ഷെ ഒറ്റാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടല്ലേ. നീ എന്താടാ വേലായുധനെ പൊട്ടാസ് പടക്കം കാണിച്ച് പേടിപ്പിക്കുകയാണോ? ഈടാക്ക് അതിനെ കുറ്റിക്ക് അടയിരിക്കുന്നവനാ ഈ വേലായുധൻ. 10-14 കേസിലെ പ്രതിയാ. അതില് 4 കൊലക്കേസാ. ഞാന് കൊലക്കേസിൽ പ്രതിയൊന്നുമല്ല, പക്ഷെ എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാൻ മടിയൊന്നുമില്ല. അതിപ്പോ നമ്മള് നേരിട്ട് ചെയ്യണമെന്നില്ലല്ലോ. കഷ്ടം.